കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് വിളംബര ഘോഷയാത്രയും പൊതുസമ്മേളനവും നടന്നു. മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ഓപ്പറേറ്റർമാർ പങ്കാളികളായി. 2 ദിവസങ്ങളിലായി കാസർഗോഡ് നടക്കുന്ന കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് വിളംബര ഘോഷയാത്രയും പൊതുസമ്മേളനവും നടന്നു. വൈകുന്നേരത്തോടെ മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ഓപ്പറേറ്റർമാർ അണിനിരന്നു. ശിങ്കാരിമേളം, മുത്തുകുടകൾ, ഡൊള്ളു, പുലിക്കളി എന്നിവ വിളംബര ജാഥയ്ക്ക് പ്രൗഢിയേകി. വർണ്ണക്കാഴ്ചകൾ നിറഞ്ഞ ഘോഷയാത്ര നഗരത്തിന് ഉത്സവ നിറവ് പകർന്നു. നഗരം ചുറ്റിയ ഘോഷയാത്ര പൊതുസമ്മേളന വേദിയായ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് എന്നെ നെല്ലിക്കുന്ന് MLA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് ഒരു ദിശാബോധം നൽകുന്നത്, ഞങ്ങൾ ശ്രദ്ധിക്കാത്ത മേഖലകളെക്കുറിച്ച് ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് താല്പര്യം നൽകുന്നത്, ഞങ്ങൾക്ക് ചില അവഗണിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ ദുരിതങ്ങളോട് താതാൽപ്യം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നത് ഇതുപോലെയുള്ള പ്രാദേശിക ചാനലുകളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങൾ ഇപ്പോൾ MLAമാർ എന്ന നിലയിൽ ഞങ്ങൾ ശോഭിക്കുന്നത് തന്നെ കേരള വിഷനും അതുപോലെ തന്നെ KCN ഇപ്പോൾ പോലെയുള്ള പ്രാദേശിക ചാനലുകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്ന് അഭിമാനപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് ഭീഷണികൾ നിങ്ങൾ നേരിടുന്നുണ്ട് എന്നറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് വന്ന് സമരം നടത്തിയിരുന്നു. ആ സമരത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. KCBയിൽ നിന്ന് നിങ്ങൾക്കുള്ള ഭീഷണി, അതൊക്കെ ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് നിലവിലുള്ളതുകൊണ്ട് അതൊക്കെ പരിഹരിച്ച് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു ഭീഷണി ഈ വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഭീഷണി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് എല്ലാ ആളുകളും ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ വസ്തുതാപരമാണോ എന്ന കാര്യം കൂടി നമ്മൾ പരിശോധിക്കണം. സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. MLA AK മഷ്റഫ്, KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, അനിൽ വാഴുന്നോറടി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഏതായാലും ഈ സമ്മേളനം നടക്കുമ്പോൾ ഈ 21 കൂടി നിങ്ങൾ മംഗലാപുരത്ത് കൂടി പുതിയ ഓഫീസിൻ്റെ വർക്കൊക്കെ നടന്ന് നിങ്ങൾ അങ്ങോട്ടേക്ക് നിങ്ങളുടെ ചൈത്രയാത്ര തുടരുന്നു എന്നുള്ള ഒരു സന്തോഷവും കൂടി കേൾക്കാൻ കഴിഞ്ഞു. തീർച്ചയായും ഞങ്ങൾ എപ്പോഴും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ പ്രിയപ്പെട്ട അന്നുച്ചാനെ ഓർമ്മിക്കാതെ നമുക്കൊരു പ്രോഗ്രാമും പൂർത്തീകരിക്കാൻ കഴിയില്ല.
പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുഴുവനും നിങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് നമ്മളിൽ നിന്ന് പെട്ടെന്ന് വിട പറഞ്ഞു പോയ ഒരു വലിയ മനുഷ്യനാണ്. തീർച്ചയായും ഞാനുമായി അഭേദ്യമായ ബന്ധമുള്ള ആളുകളാണ് ഈ ഫീൽഡിലൊക്കെ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ മേഖലയിലും ധാരാളം ഇഷ്യൂസൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. തീർച്ചയായും ബഹുമാന്യ MLA ഇരിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ എല്ലാ കാലത്തും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സ്വാഗത സംഘം ചെയർമാൻ ഷുക്കൂർ കോളിക്കര, KCCL ഡയറക്ടർ M ലോഹിതാക്ഷൻ, സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് കെ പാക്കം, ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ, ജില്ലാ ട്രഷറർ P വിനോദ്, CCN ചെയർമാൻ K പ്രദീപ് കുമാർ, MD TV മോഹനൻ, വിവിധ മേഖലാ ഭാരവാഹികളായ K ദിവാകര, പ്രകാശ്, ബൈജുരാജ് CP എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ സ്വാഗതവും പാർത്ഥസാരഥി നന്ദിയും പറഞ്ഞു. കാസർഗോഡ് RK മാളിൽ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ച് COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ പതാക ഉയർത്തിയതോടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് ജില്ലാ സമ്മേളനം ആരംഭിച്ചു. മാർച്ച് 28, 29, 30 തീയതികളിൽ മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് COA സംസ്ഥാന സമ്മേളനം നടക്കുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.